ഹായ്, എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എക്സ് മൂവ് ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒരുപാട് പേര് പറഞ്ഞിട്ട് നമുക്കറിയാം. കുറേ പേര് അനുഭവിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ റിലേഷൻഷിപ്പിലായത് ബ്രേക്കപ്പ് ആവുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സങ്കടമാണ്. അത് കഴിഞ്ഞ് കുറച്ച് നാൾ നമ്മൾ അതിന്റെ വിഷമത്തിലായിരിക്കും. പക്ഷെ നമ്മുടെ ഒരു വിഷമം മാറുന്നതിന് മുന്നേ എക്സ് മൂവ് ഓൺ ആയിട്ടുണ്ടായിരിക്കും. മീൻസ് അവര് വേറൊരു റിലേഷൻഷിപ്പിലേക്ക് ചിലപ്പോൾ പോയിട്ടുണ്ടായിരിക്കാം എന്നുള്ളതാണ്. അപ്പൊ അത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഷോക്കായിട്ട് അത് മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എക്സ് മൂവ് ഓൺ ആയി എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അവരിപ്പോൾ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോയി എന്നുണ്ടെങ്കിലൊക്കെ, അല്ലെങ്കിൽ അവർ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെയ്യേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ നമ്മുടെ എക്സ് മൂവ് ഓൺ ആയി എന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്കത് ഭയങ്കരമുള്ളൊരു വിഷമം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വളരെയധികം നമുക്ക് ഉണ്ടാവാറുണ്ട്. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ ലൈഫ് കുറച്ചുകൂടി ഒരു കോംപ്ലിക്കേഷൻ എന്നുള്ള രീതിയിലേക്ക് പോകും. അതായത് നമുക്ക് മൂവ് ഓൺ ആവാനായിട്ട് കഴിയുന്നില്ല. അപ്പം നമ്മൾ അതിൽ തന്നെ സ്റ്റക്കായി നിൽക്കും. സോ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്, പോകാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ മൂവ് ഓൺ ആയേ പറ്റുള്ളൂ. സോ ഇത്തരം സിറ്റുവേഷനിൽ, അതായത് നമ്മുടെ എക്സ് മൂവ് ഓൺ ആയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ പറയാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് ഫസ്റ്റ് ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് നോർമലായിട്ട് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. ഇത് എല്ലാവർക്കും വരുന്നൊരു കാര്യമാണ്. അതായത് നമ്മുടെ എക്സ് മൂവ് ഓൺ ആയി, അല്ലെങ്കിൽ അവർക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടായി എന്ന് പറയുന്ന സമയത്ത് നമുക്കത് ഭയങ്കര ഒരു ഷോക്കായിരിക്കും. അപ്പോൾ നോർമലി നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു നമുക്ക് അവർ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോയി എന്ന് കേൾക്കുമ്പോൾ വിഷമം ഉണ്ടാവും എന്നുള്ളതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ജലസി നമുക്ക് ഫീൽ ചെയ്യും. അതായത് അവർ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണോട് നമുക്ക് ചെറിയൊരു ജലസി ഫീൽ ചെയ്യും. ഭയങ്കരമായിട്ട് നമുക്ക് നമ്മൾ പോരാ, നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ചിന്ത വരും എന്നുള്ളതാണ്. ഭയങ്കര ദേഷ്യം വരും. അങ്ങനെ, അതായത് ഇത്ര വേഗം പോയി, എൻ്റെ സ്ഥാനത്ത് മറ്റൊരാൾ വന്നു എന്നുള്ളത് നമുക്ക് ഭയങ്കര അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. ഓഫ്കോഴ്സ് അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അത് ആ ഒരു വിഷമത്തിന്റെ ഭാഗമായിട്ടാണ്. അവർ എത്രത്തോളം നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ബ്രേക്കപ്പ് ആയി എന്നുള്ളൊരു സംഭവം ഉണ്ടെങ്കിൽ പോലും അവിടെ വേറൊരാൾ വന്നു എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത്, അതായത് ഇവര് വേറൊരാളെ നോക്കുന്നുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പിലാണ് എന്നുള്ള കാര്യമൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടാവുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് വളരെ നോർമലാണ്. അത് എല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കമ്പാരിസൺ ട്രാപ്പിൽ നിങ്ങൾ ഒരിക്കലും പെടരുത് എന്നുള്ളതാണ്. അതായത് അവർ മൂവ് ഓൺ ആയി, അല്ലെങ്കിൽ അവർ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയി എന്ന് കേൾക്കുന്ന സമയത്ത് ഓഫ്കോഴ്സ് നമ്മളുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒന്നിനും ഓക്കെ അല്ല, അവർക്ക് നമ്മൾ ഓക്കെ അല്ല. അപ്പൊ നമുക്ക് വരുന്നൊരു അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, അവരെന്നേക്കാൾ ബെറ്റർ ആണോ എന്നുള്ളത്. അതായത് ഇപ്പോൾ നിങ്ങളുടെ എക്സ് നോക്കുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളെക്കാൾ ബെറ്റർ ആണോ, നിങ്ങളെക്കാൾ കാണാൻ ഭംഗി ഉണ്ടാവോ, സ്വഭാവം നിങ്ങളെക്കാൾ നല്ലതായിരിക്കോ, നിങ്ങളെക്കാൾ കൂടുതലായിട്ട് അവരെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കും, അങ്ങനെ എല്ലാം നിങ്ങളെക്കാൾ നല്ലതാണോ എന്നുള്ളൊരു സംഭവം നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. അവിടെ ഒരു കമ്പാരിസൺ ട്രാപ്പാണത്. അപ്പം ഇങ്ങനെ നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ സെൽഫ് വർത്ത് ഇല്ലാണ്ടാക്കുകയാണ്. നമുക്ക് മനസ്സിലാവുന്നില്ല. അതായത് നമ്മളുടെ ക്വാളിറ്റി എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് എന്നുള്ള കാര്യം, നമ്മുടെ വാല്യൂ നമ്മൾ ആ സമയത്ത് മനസ്സിലാക്കില്ല എന്നുള്ളതാണ്. അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളൊന്നിനും കൊള്ളാത്ത ഒരാൾ എന്നുള്ള രീതിയിലാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ഒരു വാല്യൂ ഇല്ലാതാക്കുന്ന, നിങ്ങളുടെ കോൺഫിഡൻസ് ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചിന്തിക്കേണ്ടത് അവർക്ക് പെട്ടെന്ന് ഒരാളെ നോക്കാൻ കഴിയുന്നുണ്ട്. അതെന്താ വെച്ചാൽ അവർ ഒന്നില്ലെങ്കിൽ അവരുടെ മനസ്സ് അത്രയും ദൃഢമായതോ, അല്ലെങ്കിൽ എന്താ പറയുക അതിനെ, അതായത് അത്രയും കട്ടിയുള്ള മനസ്സായിരിക്കും. പെട്ടെന്ന് ഒരാളെ മറക്കാൻ കഴിയുന്ന, ഒരു റിലേഷൻഷിപ്പിനും വലിയ വാല്യൂ കൊടുക്കാത്ത ഒരാളായിരിക്കും. അപ്പൊ അങ്ങനെ ഒരാൾക്ക് പെട്ടെന്ന് വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകാന്ന് പറയുന്നത് വലിയ ടാസ്കുള്ള പരിപാടിയൊന്നുമല്ല. അപ്പൊ അങ്ങനെ ആയിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അതല്ലാതെ അതൊരിക്കലും നിങ്ങളുടെ കുറവ് കൊണ്ടല്ല. നിങ്ങളിപ്പോഴും സ്റ്റിൽ നിങ്ങൾ ആ ഒരു പേഴ്സണെ കുറിച്ച് ആലോചിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ റിലേഷൻഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുള്ളതാണ്. നിങ്ങളെ ആരും സ്നേഹിച്ചു കഴിഞ്ഞാലും നിങ്ങൾ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോഴും അവരെ മറക്കാൻ പറ്റാത്തത്. അത് നിങ്ങളുടെ ഏറ്റവും നല്ലൊരു പ്ലസ് പോയിന്റ് ആണ്. അതായത് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റും എന്നുള്ളതിനുള്ളൊരു തെളിവാണത്. അപ്പൊ അതുകൊണ്ട് അവരങ്ങനെ മറ്റൊരാളെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ സ്വയം കമ്പയർ ചെയ്തുകൊണ്ടിരിക്കണ്ട. അത് നിങ്ങൾക്ക് തന്നെ പണിയാവുന്നൊരു കാര്യമായിരിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ടൈമിലുള്ള നമ്മുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് എനിമി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെയാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് അവർ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോയി, അപ്പോൾ അവരുടെ സ്റ്റോറീസ് എന്തൊക്കെയായിരിക്കും, അവരുടെ ഫോട്ടോസ് എന്തെങ്കിലും വരുന്നുണ്ടോ, ആളുടെ ഫോട്ടോയ്ക്ക്
അവർ സ്നേഹിക്കുന്ന ആ പുതിയ ആൾ അവരെന്തെങ്കിലും കമന്റ് ഇട്ടിട്ടുണ്ടോ, ലൈക്ക് ചെയ്തിട്ടുണ്ടാവോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കും. അവരിടുന്ന ഫോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോന്നും നോക്കിക്കൊണ്ടേയിരിക്കും. നോക്കും തോറും നമ്മുടെ വിഷമം ഇങ്ങനെ കൂടിക്കൂടി വരും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് അവർ രണ്ടുപേരും കൂടുതൽ ഒരു ഫോട്ടോ കണ്ടു വെച്ചോ, നമുക്ക് ആ ഒരു സമയത്ത് അത്രയും നേരം ഉണ്ടായിരുന്ന സമാധാനമൊക്കെ പോയി കിട്ടും. അതോടെ തീർന്നു നമ്മുടെ സമാധാനം. പിന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഓവർ തിങ്കിങ് നന്നായിട്ട് വരും. കുറേ വേദന നമുക്ക് ആ സമയത്ത് കിട്ടിക്കൊണ്ടിരിക്കും എന്നല്ലാതെ വേറെ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. സോ നിങ്ങളായിട്ടത് മാറ്റാൻ നോക്കുക. നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ടത് ആ ഒരു സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയ നോക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ്. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പലരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് അവരിൽ നിന്ന് തന്നെ ഒരു മറുപടി കിട്ടണം. അതായത് ഇത് എൻഡായി, ഈ റിലേഷൻഷിപ്പ്, നമ്മളുടെ റിലേഷൻഷിപ്പ് എൻഡായി എന്നുള്ളത് അവർ പറഞ്ഞാൽ മാത്രമേ ഞാൻ ഇനി ഇതിൽ നിന്ന് മൂവ് ഓൺ ആവുകയുള്ളൂ എന്നൊരു ചിന്ത പലർക്കും ഉണ്ടായിരിക്കും. അത് നിങ്ങൾ മാറ്റുക. അതായത് അവരിപ്പോൾ നിങ്ങളെ വിളിക്കുന്നില്ല, നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നില്ല, അതേപോലെ അവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ നിങ്ങളുടെ അടുത്ത് പിന്നീട് വന്നിട്ട് ഈ റിലേഷൻഷിപ്പ് എൻഡായി എന്ന് പറയില്ല. കാരണം അവരത് ആലോചിക്കുക കൂടിയില്ല. ബിക്കോസ് അവര് ഈ റിലേഷൻഷിപ്പ് എൻഡായി എന്നുള്ള രീതിയിൽ തന്നെയാണ് നടക്കുന്നുണ്ടാവുക. ബ്രേക്കപ്പ് ആയി കഴിയുമ്പോൾ അങ്ങനെ തന്നെ ആവുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും അവരിൽ നിന്നും അവരൊരു വാക്ക് പറഞ്ഞാൽ മതി, അപ്പൊ ഞാൻ അക്സെപ്റ്റ് ചെയ്തോളാം, അപ്പൊ ഞാൻ അതായത് ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി എന്നുള്ളത് ഞാൻ അക്സെപ്റ്റ് ചെയ്തോളാം, ഞാൻ മൂവ് ഓൺ ആയിക്കോളാം എന്ന് വാശി പിടിച്ചിരിക്കുന്നതിൽ കാര്യമില്ല. ബിക്കോസ് നമ്മൾ ഒരു റിലേഷൻഷിപ്പ് ഇല്ല, പക്ഷെ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ലൈഫ് ഇപ്പം മുന്നത്തേക്കാൾ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്, എൻജോയ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിക്കുമോ? ഇല്ല. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അവർ നിങ്ങളെ കുറിച്ച് ആലോചിക്കുന്നുണ്ടാവില്ല. സോ അവർ ഹാപ്പി ആണോ എന്നുള്ളത് നോക്കുക. ഹാപ്പി ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ, അവർ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ എൻഡ് ചെയ്തതായിട്ടാണ് അവർ ചിന്തിക്കേണ്ടത് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അവരിൽ നിന്നൊരു ക്ലോസർ കിട്ടിയാൽ മാത്രമേ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ ഇതിന്റെ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ അത്രയും നിങ്ങളുടെ ലൈഫ് ചുമ്മാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. ഇനി ഇതിൽ ലാസ്റ്റത്തെ ഒരു പോയിന്റ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് റീബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്, നിങ്ങളുടെ നേട്ടങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അത് ഇത്രയും സമയം, ഇപ്പൊ ഒരാള് നമ്മളെ വിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ 1 or 2 മാസം നമുക്ക് വിഷമം ഉണ്ടായിരിക്കും. ഓഫ്കോഴ്സ് ആ വിഷമം മാറാൻ സമയം എടുക്കും. പക്ഷെ അത് കുറേ നാൾ നീണ്ടു പോകുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ വലിയൊരു സമയമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. അത്രയും നാൾ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഇല്ലാതാവുകയാണ്. അതുകൊണ്ട് നമ്മൾ അതിന് നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ നേടുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് റിവെഞ്ച് ആണ്. നമ്മൾ നടത്തി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾക്ക് എല്ലാം പറ്റും, നമ്മുടെ ലൈഫിൽ നമ്മളും ഹാപ്പി ആയിരിക്കും എന്നുള്ളത്. നിങ്ങൾ ഓരോ നേട്ടങ്ങൾ നേടുന്തോറും അവർക്ക് ഫീൽ ചെയ്യണം, ഓക്കെ ഇവള് അല്ലെങ്കിൽ ഇവനെ ഞാൻ നഷ്ടമാക്കിയതായിരുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള ഒരു കുറ്റബോധം അവർക്ക് തന്നെ ഫീൽ ചെയ്യണം. ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റണം നിങ്ങൾക്ക്. അവിടെയാണ് നിങ്ങളുടെ കഴിവിരിക്കേണ്ടത്. മീൻസ് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ എക്സ് മൂവ് ഓൺ ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ. പക്ഷെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തിട്ടും ഓക്കെ ആവാൻ പറ്റുന്നില്ല, കോൺഫിഡൻസ് കിട്ടുന്നില്ല, ഒന്നിനും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല, എപ്പോഴും ടെൻഷനാണ്, ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോവുകയാണ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറേ പേർക്ക് ഉണ്ടായിരിക്കും. സോ ഇതൊക്കെ മാറി കിട്ടണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ജീവിതത്തിൽ കോൺസെൻട്രേഷനും കോൺഫിഡൻസും എല്ലാം വരണം, നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്യുക, നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. എങ്ങനെ നിങ്ങളുടെ മനസ്സിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാം എന്നുള്ളത് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ വിട്ടുപോയവരെ കുറിച്ച് ആലോചിച്ചിരുന്നിട്ട് നമുക്കൊന്നും നേടാനില്ല. സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കരിയറിലേക്ക് ഫോക്കസ് ചെയ്യാം. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.